12 ലാവണ്യ. സമയം കഴിഞ്ഞപ്പോഴാണ് അശ്വിൻ ഉറക്കം വിട്ട് ഉണർന്നത്. അപ്പോഴേക്കും നീലിമ സിദ്ധാർത്ഥിന്റെ തോളിൽ മയങ്ങി കിടക്കുകയായിരുന്നു. അശ്വിൻ അല്പം അസ്വസ്ഥതയോടെയാണ് എഴുന്നേറ്റത്. അവൻ ചുറ്റും നോക്കി. തന്റെ മാതാപിതാക്കൾ രണ്ടുപേരും തന്റെ അരികിലുണ്ടെന്ന് കണ്ടപ്പോൾ അവന് വളരെ സന്തോഷം തോന്നി. പക്ഷേ നീലിമയെ വിളിച്ചുണർത്താൻ തുനിഞ്ഞില്ല. ഒടുവിൽ നീലിമ ഉണർന്നപ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന അശ്വിനെയാണ് കാണുന്നത്. അവൻ ആശങ്കയോടെ തന്നെ നോക്കുന്നത് കണ്ട നീലിമ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അശ്വിൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? വേദന കുറവുണ്ടോ? അവൾ ചോദിച്ചു. സിദ്ധാർത്ഥം അപ്പോൾ ഉണർന്നിരുന്നു. അശ്വിൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും പരിഭ്രാന്തരായി. അവരുടെ പരിഭ്രാന്തമായ മുഖം കണ്ടപ്പോൾ അശ്വിൻ പറഞ്ഞു, വിഷമിക്കേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. വേദനയൊക്കെ കുറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്തേക്ക് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷേ എനിക്ക് ഹോസ്പിറ്റൽ മുറിയിൽ കിടക്കാൻ വയ്യ. നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഒടുവിൽ അവൻ മധുരമായി പറഞ്ഞു. അശ്വിനെ പരിശോധിക്കാൻ ഡോക്ടർ വന്നു. കുഴപ്പമൊന്നുമില്ല, വീട്ടിലേക്ക് പോകാമെന്ന് അയാൾ പറഞ്ഞു. അത് കേട്ട് നീലിമ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. ശരി, നമുക്ക് ഉടനെ വീട്ടിലേക്ക് പോവാം, അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അശ്വിന് വളരെ സന്തോഷമായി. അവൻ സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ കൈകൾ വെച്ച് തന്നെ എടുക്കാൻ പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അവർ മൂന്നുപേരും ഡിസ്ചാർജ് വാങ്ങി ഒരുമിച്ച് സാധനങ്ങൾ ശേഖരിച്ച് കാറിലേക്ക് കയറുന്നു. അശ്വിൻ ഉത്സാഹത്തിലായിരുന്നു. അവന്റെ ക്ഷീണമെല്ലാം വിട്ടുമാറിയിരുന്നു. വീട്ടിലേക്കുള്ള വഴിയിലുടനീളം അവൻ സംസാരിച്ചും ചിരിച്ചും സമയം ചെലവഴിച്ചു. അശ്വിനെ ഇങ്ങനെ ഉത്സാഹത്തോടെ കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ തളം കെട്ടി നിന്നിരുന്ന മൂടൽ മഞ്ഞ് പെട്ടെന്ന് അലിഞ്ഞു. അശ്വിൻ ആരോഗ്യവാനും സന്തോഷവാനുമായിരിക്കുന്നതിനേക്കാൾ ഉപരി മറ്റൊരു സന്തോഷവും അവർക്കുണ്ടായിരുന്നില്ല. അവർ വീട്ടിലെത്തുമ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. അശ്വിൻ ആശുപത്രിയിലായപ്പോൾ മുതൽ മല്ലിക വളരെയധികം ആശങ്കാകുലിയായിരുന്നു. അതിനാൽ അവരുടെ തിരിച്ചുവരവിനായി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാർ നിർത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ മല്ലിക നെടുത്തു കൂട്ടി. കൊച്ചിനെങ്ങനെയുണ്ട്? അവരിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവർ വളരെ ഉത്കണ്ഠയോടെ ചോദിച്ചു. അശ്വിനെ മുമ്പ് ചില മോശം ആളുകൾ ഉപദേശിച്ചിട്ടുണ്ടെന്ന് മല്ലികയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ ആ ആളുകൾ ആരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അശ്വിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മല്ലിക വളരെ ആശങ്കാകുലിയായിരുന്നു. നീലിമ കാറിൽ നിന്നിറങ്ങി. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അശ്വിൻ പെട്ടെന്ന് മല്ലികയുടെ അരികിലേക്ക് ഓടുന്നത് അവൾ കണ്ടു. അവൻ മധുരമായി പുഞ്ചിരിച്ച് പഴയ പോലെ അവന്റെ മല്ലിക മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മല്ലിക മുത്തശ്ശി, വിഷമിക്കേണ്ട, എനിക്ക് സുഖമായി. അശ്വിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ട മല്ലിക ഒരു ദീർഘനിശ്വാസം വിട്ടു. എന്നാൽ ഞാൻ ഒരു കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. മുൻ ഹോസ്പിറ്റലിൽ പോയി വളരെ ക്ഷീണിച്ചു വന്നതല്ലേ? അവർ പറഞ്ഞു. എല്ലാവരും ആ മക്കളെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. മല്ലിക സിദ്ധാർത്ഥയെ നീലിമയെ നോക്കി പറഞ്ഞു. മല്ലിക അശ്വിനെയും കൂട്ടി അകത്തേക്ക് പോയി. മല്ലിക വളരെ നന്നായി ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. അന്ന് രാത്രിയിലെ ഭക്ഷണവും വളരെ നല്ലതായിരുന്നു. അവർ പതിവ് പോലെ അടുക്കള ജോലിയിൽ മുഴുകുന്നത് നീലിമ കണ്ടതുമാണ്. രാവിലെ അശ്വിന് പ്രിയപ്പെട്ട ഭക്ഷണമെല്ലാം അവർ തയ്യാറാക്കിയിരുന്നു. അപ്പോഴാണ് അശ്വിന് തലവേദന വന്നത്. ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നതുകൊണ്ട് അവരൊന്നും കഴിക്കാൻ പറ്റിയില്ല. മല്ലിക ഭക്ഷണമെല്ലാം എടുത്ത് ചൂടാക്കി വെച്ചിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കഴിക്കാൻ വേണ്ടിയിരുന്നു. അശ്വിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മധുര പലഹാരങ്ങളും അതിനൊപ്പം ഉണ്ടായിരുന്നു. നീലിമ എല്ലാം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മല്ലികാമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇത്രയൊന്നും ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. നല്ല കഞ്ഞിയോ മറ്റോ മതിയായിരുന്നു. നീലിമ മല്ലികയെ നോക്കി പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് മല്ലിക ചിരിച്ചു. ഓ എന്റെ മോളെ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? എനിക്ക് പിന്നെ ഇവിടെ എന്താ ജോലി? നിങ്ങൾ എന്റെ മക്കൾ തന്നെയല്ലേ? മല്ലികയുടെ സ്നേഹത്തോടുള്ള വാക്കുകൾ കേട്ട് നീലിമയുടെ മുഖത്തും സന്തോഷം. അവൾ മല്ലികയെ സ്നേഹത്തോടെ നോക്കി. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെങ്കിലും പേശിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം ഇന്നലത്തെ പോലെയായിരുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും കിട്ടിയിരുന്നു. അശ്വിന് അവിടെ നിറഞ്ഞു നിന്ന നിശബ്ദതയ്ക്ക് കാരണം താനാണ് എന്ന് തോന്നി. അവൻ അപ്പോൾ വല്ലാത്ത കുറ്റബോധം അനുഭവപ്പെട്ടു. തന്റെ അമ്മയും അച്ഛനും താൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ തന്റെ അമ്മ തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണാൻ അവൻ ആഗ്രഹിച്ചില്ല. മാത്രമല്ല എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇതെന്താണ് ആരും ഒന്നും മിണ്ടാത്തത്? എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. പിന്നെന്താ എല്ലാവരുടെ മുഖത്ത് ഒരു വിഷമം? നല്ല സന്തോഷമായിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? എന്നിട്ട് വീട്ടിൽ വന്നപ്പോ എന്താ ആരും ഒന്നും മിണ്ടാത്തെ? അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി. വിഷമമൊന്നുമില്ല, നീ ഭക്ഷണം മുഴുവനും കഴിച്ചു. നിനക്ക് ഗുളിക കഴിക്കാനുണ്ട്. വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കണം. അധികം നേരം ഉണർന്നിരിക്കണ്ട, നീലിമ പറഞ്ഞു. പിന്നെ അശ്വിൻ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. ഭക്ഷണം കഴിഞ്ഞ് അവരെല്ലാം ഹോളിൽ ഒത്തുകൂടി. നീലിമയ്ക്ക് അശ്വിന്റെ കൂടെ ഉറങ്ങണമെന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനും അത് സമ്മതമായിരുന്നു. പക്ഷേ അശ്വിൻ അത് സമ്മതിച്ചില്ല. അവൻ മല്ലികയോടൊപ്പം കിടന്നോളാമെന്ന് പറഞ്ഞു. അവനെ ഒരുപാട് നിർബന്ധിച്ചിട്ടും അശ്വിൻ നീലിമയുടെയും സിദ്ധാർത്ഥിനെയും കൂടെ കിടക്കാൻ തയ്യാറായില്ല. ആ കുഞ്ഞ് വളരെ പക്വതയോടെ പെരുമാറുന്നത് കണ്ട് മല്ലികയ്ക്ക് അഭിമാനം തോന്നി. അവൻ വാശി പിടിക്കുന്നത് കണ്ട് മല്ലിക പറഞ്ഞു, മക്കൾ പോയി കിടന്നോളൂ, കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. മരുന്നുകളെല്ലാം ഞാൻ തന്നെ കൊടുത്തോളാം. നീലിമയ്ക്കും സിദ്ധാർത്ഥിനും ഒടുവിൽ അത് സമ്മതിക്കേണ്ടി വന്നു. മല്ലിക അശ്വിനെയും കൂട്ടി അവന്റെ മുറിയിലേക്ക് പോയി. എന്നിട്ട് അവന് കഴിക്കാനുള്ള മരുന്നും മറ്റും എടുത്തു കൊടുത്തു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കാരണം അശ്വിൻ പെട്ടെന്ന് തന്നെ കിടന്നു. അശ്വിൻ അമ്മയുടെയും അച്ഛനെയും മുൻപിൽ വെച്ച് തനിക്ക് കുഴപ്പമൊന്നുമില്ലാതെ അഭിനയിച്ചതായിരുന്നു. സത്യത്തിൽ അവന് നല്ല തലകറക്കവും ബുദ്ധിമുട്ടും മയക്കവും എല്ലാം തോന്നുന്നുണ്ടായിരുന്നു. തനിക്ക് അസുഖമുണ്ടെന്ന് അവളോട് പറഞ്ഞാൽ അവർ വിഷമിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ വിഷമങ്ങളൊന്നും പുറത്തു പറയാതിരുന്നത്. മല്ലിക അശ്വിന്റെ അരികിൽ തന്നെ ഇരുന്നു. അവൻ ഇടയ്ക്കിടെ അവന്റെ തലയിൽ കൈവച്ച് ചൂട് വല്ലതും കൊണ്ടുവന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നീലിമ വീണ്ടും മുറിയിലേക്ക് വന്ന് അശ്വിന്റെ അരികിൽ കുറച്ച് സമയം ഇരുന്നു. അവൾ അശ്വിനെ നെറ്റി തടവിക്കൊണ്ട് അരികിലിരുന്നു. നീലിമ ഒരു പഴയ താരാട്ടുപാട്ട് പാടിക്കൊണ്ടിരുന്നു. അശ്വിൻ അല്പം വൈകിപ്പോയി. പക്ഷേ അല്പസമയത്തിന് ശേഷം അവൻ ചെത്തി ഉണർന്നു. പെട്ടെന്ന് അശ്വിന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ മുഖം കയറി വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അവന് ഓർമ്മ വന്നില്ല. ആ കാര്യം അവൻ ആരോടും പറഞ്ഞതുമില്ല. ആ സ്ത്രീയെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവന് തോന്നി. അവന്റെ മുഖമെല്ലാം വിയർത്തു. അവൻ വല്ലാതെ ഭയന്നിരുന്നു. അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ നീലിമ അവനോട് ചോദിച്ചു, എന്തുവെച്ച് മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് തല വീണ്ടും വേദനിക്കുന്നുണ്ടോ? നീലിമ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അശ്വിൻ പക്ഷേ സ്ത്രീയുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും അവനത് ഓർമ്മ വന്നില്ല. അവന്റെ വെപ്രാളം ശ്രദ്ധിച്ച നീലിമ നിലവിളിക്കാൻ തുടങ്ങി. എന്താ അച്ചു, എന്താ നീ എന്നോട് വിളിക്കുന്നത്? നീലിമ വീണ്ടും ചോദിച്ചു. അവളുടെ വെപ്രാളത്തിലുള്ള ചോദ്യം കേട്ടാണ് സിദ്ധാർത്ഥ അവിടേക്ക് വന്നത്. അവന് വല്ലാതെ ഭയന്നു പോയിരുന്നു. അശ്വിന് വീണ്ടും വേദന തുടങ്ങിയെന്നായിരുന്നു അവന്റെ ഭയം. എന്തുവെച്ച്? സിദ്ധാർത്ഥ ചോദിച്ചു. അറിയില്ല, ഇവൻ ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് ഞെട്ടിയത് പോലെ എല്ലാവരെയും നോക്കുന്നു, നീലിമ പറഞ്ഞു. അപ്പോൾ ഉടനെ അശ്വിൻ പറഞ്ഞു, അയ്യോ പേടിക്കാനൊന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാണ്.
അശ്വിനോട് ചോദിച്ചു. അശ്വിൻ, നീ സ്വപ്നത്തിൽ ഒരു സ്ത്രീയെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അവര് എങ്ങനെയായിരിക്കും? അവരുടെ രൂപം ഒന്ന് പറയാമോ? അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. അശ്വിൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവന് ആ മുഖം വ്യക്തമായി ഓർത്തെടുക്കാൻ സാധിച്ചില്ല. ഡാഡി, എനിക്കത് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. ആ മുഖം ഇപ്പൊ ഓർക്കുമ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കറിയാം, ആ ആന്റിയുടെ മുഖം വളരെ പരിചിതമാണെന്ന് തോന്നുന്നു. ഞാൻ അവരെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എവിടെ നിന്നാണെന്ന് ഓർക്കുന്നില്ല. അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി. ഇത് കേട്ടപ്പോൾ നീലിമ കൂടുതൽ മുഖം ചുളിച്ചു. അവൾ സങ്കീർണമായ ഭാവത്തോടെ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. പക്ഷേ ഒന്നും പറഞ്ഞില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീ ആരാണെന്ന് മാത്രം ഒന്നുകൂടെ ഉറപ്പിക്കേണ്ടതുണ്ട്. അവൾ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. അശ്വിൻ പെട്ടെന്ന് വീണ്ടും ക്ഷീണിതനായി കാണപ്പെട്ടു. നീലിമ അവന്റെ നെറ്റിയിൽ തലോടി. അവൻ പെട്ടെന്ന് തന്നെ ഗാഢനിദ്രയിലേക്ക് വീണു. അവൻ ഉറങ്ങിയതിനു ശേഷമാണ് നീലിമ സിദ്ധാർത്ഥിന്റെ കൂടെ ആ മുറി വിട്ടു പോയത്. മല്ലിക അശ്വിന്റെ അരികിൽ കാവലിരുന്നു. സിദ്ധാർത്ഥിന്റെ കൂടെ മുറിയിൽ തന്നെ കിടന്നിട്ടും നീലിമയുടെ മനസ്സ് സ്വസ്ഥമായില്ല. തന്റെ കുഞ്ഞിന് ആരോ ഒരു മരുന്ന് മനഃപൂർവ്വം കലക്കി കൊടുത്തതായിരിക്കാമെന്ന് അവൾക്ക് അപ്പോൾ മുതൽ തോന്നാൻ തുടങ്ങി. അതുവരെയും അവൾ ചിന്തിച്ചത് അവനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോഴും മറ്റും സംഭവിച്ച ഒരു അറിവില്ലായ്മ മാത്രമായിരിക്കാം അവന്റെ തലവേദനയ്ക്ക് കാരണമെന്നായിരുന്നു. പക്ഷേ അശ്വിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മുതൽ ആരോ മനഃപൂർവ്വം ഇതെല്ലാം ചെയ്തതാണെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് ലാവണിയായിരുന്നു സംശയം. പക്ഷേ അവൾ അത് സിദ്ധാർത്ഥിനോട് പറഞ്ഞില്ല. അതേസമയം നീലിമ അസ്വസ്ഥയാണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അവളെ പതുക്കെ ആലിംഗനം ചെയ്തു. അവനും അസ്വസ്ഥത അനുഭവപ്പെട്ടു. താൻ സ്നേഹിക്കുന്ന ആളുകളെ വേദനിപ്പിക്കുന്ന ആരോടും അവൻ ഒരിക്കലും ക്ഷമിക്കില്ല. ആരെങ്കിലും മനഃപൂർവ്വമാണ് അശ്വിനോട് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതെങ്കിൽ അവരെ വെറുതെ വിടില്ലെന്ന് സിദ്ധാർത്ഥ് തീരുമാനിച്ചിരുന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ നീലിമ സിദ്ധാർത്ഥിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥ്, അശ്വിൻ എന്താ പറഞ്ഞത്? അവനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ? അതാണോ അവൻ പറഞ്ഞത്? നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? നീലിമ ചോദിച്ചതിന് മറുപടി പറയാതെ സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി. അവൻ അത്രയും ഒന്നും ചിന്തിച്ചില്ലായിരുന്നു. പക്ഷേ അവൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അവനും വല്ലാത്ത ഭയം തോന്നി. അശ്വിനെ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഓർത്തപ്പോൾ പിന്നെ അവന് സ്വസ്ഥമായിരിക്കാൻ സാധിച്ചില്ല. അശ്വിന് എന്തൊക്കെയോ അറിയാം. അവൻ എന്തിനാ അത് മറക്കുന്നത്? അവൾ സ്വയം വിചാരിച്ചു. അവനോട് അങ്ങനെ ചെയ്തത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് പറയാനായിട്ടില്ല. സിദ്ധാർത്ഥ് പറഞ്ഞു. എന്റെ സംശയം? നിങ്ങൾക്ക് ആരെയാ സംശയം? ലാവണ്യെ സംശയിക്കുന്നുണ്ടോ? എനിക്കും വേറൊരാളെയും കിട്ടുന്നില്ല. എങ്കിലും എന്റെ മനസ്സിൽ നമ്മുടെ ശത്രുക്കളുടെ പേര് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത്രയും ദുഷ്ടത കാണിക്കാൻ ശ്രമിക്കുന്ന ചിലർ മാത്രമേ ഉള്ളൂ. അവരെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അവരൊക്കെ എന്റെ മകനെ അപകടപ്പെടുത്താൻ മാത്രം ദ്രോഹം ചെയ്യുന്നവരാണോ എനിക്കറിയില്ല. അവൾ നിസ്സഹായതയോട് പറഞ്ഞു. സിദ്ധാർത്ഥിന് അതിന് മറുപടി പറയാൻ സാധിച്ചില്ല. അവൻ ദയനീയതയോടെ അവളെ നോക്കി. അവൾക്കും കുഞ്ഞിനും സകല സുരക്ഷയും ഉറപ്പ് നൽകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ അവളെ വിവാഹം കഴിച്ചത്. എന്നിട്ട് ഇപ്പോൾ അവന്റെ സുരക്ഷയിൽ കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിൽ അവന് വല്ലാതെ കുറ്റബോധം തോന്നി തുടങ്ങി. അവന്റെ വീട്ടിൽ പോലും അവൾ സുരക്ഷിതരല്ലേ എന്ന് അവൻ ചിന്തിച്ചു പോയി. നീലിമയും അശ്വിനും സന്തോഷമായിരിക്കാൻ തനിക്കാവുന്നതെല്ലാം ചെയ്യുമെന്ന് അവൻ അവൾ ഉറപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം ഓർത്തപ്പോൾ കുറ്റബോധം അവന്റെ മനസ്സിൽ നിറഞ്ഞു. നീലിമ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി. അവൻ മറുപടി പറയാതെ കിടക്കുകയായിരുന്നു. അവന്റെ ഉള്ളിൽ എന്താണ് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നീലിമ പറഞ്ഞു. നിങ്ങളെ വിഷമിക്കരുത്. ഇതെല്ലാം എന്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഞാൻ അവനെയും കുട്ടി ഇവിടെ നിന്ന് പോകാൻ പാടില്ല. പുറത്തെവിടെയെങ്കിലും വെച്ചായിരിക്കും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. നീലിമ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു. നീ കുറ്റേറ്റെടുക്കാനൊന്നും നോക്കണ്ട. ഇതൊന്നും നമ്മൾ ആരുടെയും കുറ്റം കൊണ്ടല്ല. ആരും കാര്യമായി നമ്മുടെ പിന്നാലെ നടക്കുന്നു നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി. ആ ഒരാളെ കണ്ടുപിടിച്ചാൽ എല്ലാ പ്രശ്നവും തീരും. എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തെങ്കിലും ഒരു നാൾ ഞാനത് ആരാണെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് നീ പേടിക്കണ്ട. ഞാനല്ലേ പറയുന്നത്. എനിക്കറിയാം ഇത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. നീ എന്തായാലും ഉറക്കം കളയണ്ട. ഉറങ്ങിക്കൊള്ളു. സിദ്ധാർത്ഥ് അത്രമാത്രം പറഞ്ഞുകൊണ്ട്